ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു സൺഡേ, നല്ലൊരു വീക്ക് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലെ കൂടെ ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിജനമായ സ്ഥലം കേട്ടോ. ആ പാർക്കെന്ന് പറയാൻ പറ്റിയല്ല, അതൊരു ഒരു ശരിക്കും ഗ്രാമീണത നിറഞ്ഞൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അതിലെ കൂടെ നല്ല വെയിലാണല്ലോ, അപ്പം അതിലെ കൂടെ നടക്കാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഇത് ഭംഗിയുണ്ടല്ലേ ഈ പ്രദേശം കാണാൻ. ഇത് ഡോബീസ് എന്ന് പറഞ്ഞ ഒരു നഴ്സറി ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലമാണ്. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്കും പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുല്ലൊക്കെ കഴിച്ചുകൊണ്ട് ആടും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷെ ഭയങ്കര നല്ല ഭംഗിയാണ് കാണാൻ, നല്ല പച്ചപ്പ് നിറഞ്ഞ് അല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെടിയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഈ പറഞ്ഞ ഷോപ്പിൽ. പക്ഷെ കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞു പൂക്കളാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ മുല്ല പോലെ ഉണ്ടല്ലേ അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരു മണമൊന്നുമില്ല, അതാണ് ഒരു പ്രത്യേകത. ഇവിടെ മുഴുവൻ അങ്ങനത്തെ പൂക്കളാണ് കേട്ടോ. ഇതെന്തോ കാട്ടുപൂവാന്ന് തോന്നുന്നു കണ്ടിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഇങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. ഇതാണ്ട് മുള്ളുവേലി കെട്ടിയിരിക്കുകയാണ് ഇവിടെ എല്ലാം. ഇത് പ്രൈവറ്റ് ലാൻഡ് അല്ലേ? ഇത് പ്രൈവറ്റ് ലാൻഡാണ്. ഇവിടെ ഇവർ കൃഷിയും കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടിയുള്ള പരിപാടിയെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്തെ ആ മഞ്ഞപ്പൂ പോലെ ഇതെന്നാ കമ്മൽപ്പൂ അതുപോലെ ഇരിക്കുന്നല്ലേ ഇത്. എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഓ സൂപ്പർ. കൺട്രി സൈഡാണ് കേട്ടോ. ഗ്രാമം ഉൾപ്രദേശത്തേക്കാണ്. ഇവിടെ മെയിനായിട്ട് വീടുകളൊക്കെ കുറവാണ്. ചെറിയ ഇതുപോലെ ഫാമുകളോ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുതിരകൾ, പശു, ആട് അങ്ങനെയൊക്കെ വളർത്തുന്ന ഏരിയകളാണ് ഇവിടെയൊക്കെ. പിന്നെ റോട്ടിലൊക്കെ നമുക്ക് കുതിരച്ചാണകമൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ആരുടെയെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രൈവറ്റായിട്ട് മേടിച്ചിട്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ള പോലെ. ഇര വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഭംഗിയാണ്. നമുക്കൊരു മനസ്സ് ഒരു കുളിർമ ഉണ്ടാകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. കുളിർമയൊക്കെ ഉണ്ടാകും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയ പോലെ അല്ലേ. ഗ്രാമത്തിൽ വരുമ്പോൾ നമ്മൾ നാട്ടിൻ പ്രദേശത്തേക്ക് വന്ന പോലെ. അപ്പുറത്തെ വശം മുഴുവൻ മരങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ 3 സൈഡും മരങ്ങളാണ്. പിന്നെ അപ്പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മെയിൻ റോഡാണ് കേട്ടോ. നല്ല തോട്. ഇവിടെ ഈ കറണ്ടിലെന്തോ പ്രവർത്തിപ്പിക്കുന്ന സംഭവമുണ്ട്. നടന്ന് അവസാനം ഇവിടെ നമ്മുടെ സ്റ്റോക്ക് ഫോർട്ടിലുള്ള ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ, നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തി കേട്ടോ. നല്ല അടിപൊളി ചൂട് പഴംപൊരിയും നല്ല ചായയാണ് കുടിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ പൊറോട്ടയും ബീഫും. നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.